2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കേരളം കടക്കുമ്പോൾ രാഷ്ട്രീയ അസ്തിത്വത്തിന് സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നേരിടുന്ന ഒരു പാർട്ടിയാണ് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന KM മാണിയുടെ പാർട്ടിയായിരുന്ന കേരള കോൺഗ്രസ് എം. ഇടതുപക്ഷത്തേക്ക് ചേക്കേറി 5 വർഷം പിന്നിടുമ്പോഴും അവരുടെ അടിസ്ഥാന വോട്ടുകളെ LDF മുന്നണിയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിലനിൽപ്പിന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്ന ഘടകം. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഇടതിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നേട്ടം കൊയ്യുവാൻ ഇവർക്ക് സാധിച്ചത്. എന്നാൽ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും ദയനീയ പ്രകടനമാണ് ജോസ് വിഭാഗം ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കാഴ്ചവെച്ചത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ അലയടിച്ച UDF തരംഗം, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ LDF വിരുദ്ധ തരംഗം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെട്ടാൽ ഒരുപക്ഷെ ജോസ് വിഭാഗത്തിന് ഒരു MLA പോലും അടുത്ത തവണ നിയമസഭയിൽ എത്തിക്കുവാൻ കഴിയില്ല എന്നതാണ് വസ്തുത. നിലവിൽ അവരുടെ MLA പ്രതിനിധീകരിക്കുന്ന റാന്നി, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ നിയോജക മണ്ഡലങ്ങളിൽ UDF ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഏറെക്കുറെ രാഷ്ട്രീയ മാറ്റം ഉറപ്പുവരുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഈ നിയോജക മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ 3 MLA തോൽവി ഈ ഘട്ടത്തിൽ തന്നെ ജോസ് കെ മാണി ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. വ്യക്തിപരമായ സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ട് ഇടുക്കിയിലും കാഞ്ഞിരപ്പള്ളിയിലും വിജയിച്ചു കയറാമെന്ന നേരിയ പ്രതീക്ഷ മാത്രമാണ് ജോസ് ക്യാമ്പിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇവിടെയും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് മികച്ച സ്ഥാനാർത്ഥികളെ മത്സരത്തിനിറക്കിയാൽ റോഷി അഗസ്റ്റിനും N ജയരാജും പരാജയപ്പെടുവാൻ പോലുമുള്ള സാഹചര്യങ്ങളും ശക്തമായി നിലകൊള്ളുന്നു എന്നതാണ് വസ്തുത. ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് ജോസ് കെ മാണി ഇപ്പോൾ ഒരു നിർണായകമായ രാഷ്ട്രീയ തീരുമാനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ജോസ് കെ മാണിയെ ഈ നീക്കത്തിന് സഹായിക്കുന്നത് കത്തോലിക്ക സഭയിലെ പ്രമുഖ മതമേലധ്യക്ഷന്മാരാണ് എന്നതിൻ്റെ സൂചനയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനെ ബിഷപ്പ് സിനഡിനിടെ തന്നെ സഭയുടെ ആസ്ഥാനമായ സെൻറ് തോമസ് മൗണ്ടിലേക്ക് രാത്രിയിൽ വിളിച്ചു വരുത്തി 1 മണിക്കൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയത്. ജോസ് കെ മാണി UDF മുന്നണിയിലേക്ക് എത്തുവാനുള്ള തൻ്റെ ഉപാധികൾ ബിഷപ്പുമാർ മുഖേന VD സതീശനെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാലാ എന്നും വൈകാരികമായ ഒരു വിഷയമായിരുന്നു. പാലാ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുവാൻ സാധിക്കില്ല എന്ന നിലപാടാണ് എല്ലാ ഘട്ടത്തിലും അദ്ദേഹം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോഴും പാലായിൽ നിന്ന് താൻ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ തയ്യാറെടുക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുമ്പോൾ തന്നെ പാലാ വിട്ടുകൊടുത്തുകൊണ്ട് UDFിലേക്ക് എത്തുവാൻ കഴിയുമെങ്കിൽ അതിനുപോലും ജോസ് തയ്യാറാണ് എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരികയാണ്. ജോസ് കെ മാണി ഇപ്പോൾ UDF നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് വളരെ ലളിതമായ ഡിമാൻഡുകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് ജോസിനെ ഏതു വിധേനയും UDFിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് മതമേലധ്യക്ഷന്മാർ VD സതീശനോട് ആവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹം തൻ്റെ നിസ്സഹായത തുറന്നു പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ജോസ് കെ മാണിയെ നിലവിലെ സാഹചര്യത്തിൽ UDFിലേക്ക് എത്തിച്ചാൽ അത് UDFിന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് കാര്യകാരണ സഹിതം VD സതീശൻ മതമേലധ്യക്ഷന്മാരെ അറിയിച്ചു എന്ന സൂചനകൾ കൃത്യമായി രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFിലേക്ക് എത്തുവാൻ ജോസ് കെ മാണി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഉപാധികൾ അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന സീറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഏറെ കൗതുകകരം. പാലായിലും കടുത്തുരുത്തിയിലും വിട്ടുവീഴ്ച ചെയ്യുവാനും ഈ സീറ്റുകൾ വേണ്ട എന്ന് വെക്കുവാനും ജോസ് കെ മാണിയുടെ പാർട്ടി തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് കോട്ടയം ജില്ലയിൽ അവരുടെ സിറ്റിംഗ് MLA 3 നിയോജക മണ്ഡലങ്ങളാണ് അവർ UDFിലേക്ക് എത്തിയാലും തങ്ങൾക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നത്. അതായത് ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ സീറ്റുകൾ തങ്ങൾക്ക് നിർബന്ധമായും ലഭിക്കണമെന്ന ഡിമാൻഡ് ജോസ് കെ മാണി നേതൃത്വം വഴി അല്ലെങ്കിൽ സഭാ നേതൃത്വം വഴി കോൺഗ്രസിനെ അറിയിച്ചു കഴിഞ്ഞു. ഇനി അതിലുപരിയായി ഏറ്റുമാനൂർ സീറ്റിൽ ജോസഫ് ഗ്രൂപ്പ് 2021 പരാജയപ്പെട്ടതിനാൽ തങ്ങൾക്കവിടെ കൂടുതൽ ശക്തിയുണ്ട് എന്നൊരാവശ്യവും അത് തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന ആവശ്യവും ജോസ് കെ മാണി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ 2026 കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ അതൊരു പിടിവാശിയായി ഉന്നയിക്കില്ല എന്ന കൃത്യമായ സന്ദേശവും ജോസ് വിഭാഗം കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം 4ാമതായി കോട്ടയം ജില്ലയിലെ 3 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമേ 4ാമതായി അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇടുക്കിയിലെ റോഷി അഗസ്റ്റിൻ്റെ സീറ്റും 5ാമതായി ആവശ്യപ്പെടുന്നത് റാന്നി നിയോജക മണ്ഡലത്തിൽ പ്രമോദ് നാരായണൻ്റെ സീറ്റുമാണ്. ഈ 5 സീറ്റുകൾക്കും പുറമെ ജോസ് കെ മാണിക്കും മത്സരിക്കുവാനായി മലബാർ ബെൽറ്റിൽ ലീഗിൻ്റെ ഔദാര്യത്തിൽ ഒരു സുരക്ഷിത സീറ്റ് വിട്ടുകിട്ടുമെന്ന ധാരണ മുൻപേ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം മുൻപോട്ട് വെച്ചിട്ടുള്ളതാണ്.
അതിനാൽ ആറാമതായി ജോസ് കെ മാണി വിഭാഗത്തിന് ജോസ് കെ മാണിക്ക് വേണ്ടി ലഭിക്കുവാൻ പോകുന്ന സീറ്റ് മലബാർ ബെൽറ്റിലെ തിരുവമ്പാടിയോ കുറ്റ്യാടിയോ ആയിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. 6 സീറ്റുകൾ ഇത്തരത്തിൽ ലഭിക്കുമ്പോൾ ഇതിനു പുറമെ 4 സീറ്റുകളെങ്കിലും കിട്ടണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യം പരിഗണിക്കുവാൻ കഴിയില്ല എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 2 സീറ്റെങ്കിലും നൽകി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തേക്കാൾ 1 സീറ്റ് അധികം നൽകിക്കൊണ്ട് തങ്ങളെ മുന്നണിയിൽ എത്തിക്കണമെന്നും ഈ 2 സീറ്റുകൾ വിജയസാധ്യത കുറഞ്ഞവയാണെങ്കിലും കുഴപ്പമില്ല എന്നും അവർ അറിയിച്ചിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDFിൻ്റെ ഭാഗമായിരുന്നപ്പോൾ മത്സരിച്ചു വന്നിരുന്ന ഒരു സീറ്റാണ് പേരാമ്പ്ര സീറ്റ്. പേരാമ്പ്ര സീറ്റ് തങ്ങൾക്ക് വിട്ടുകിട്ടിയാൽ 7ാമതായി ഒരു സീറ്റ് സംഘടിപ്പിക്കാം. 8ാമതായി മലബാർ ബെൽറ്റിൽ നിന്ന് തന്നെ താരതമ്യേന വിജയസാധ്യത കുറഞ്ഞ ഒരു സീറ്റ് കൊണ്ട് തങ്ങൾ സംതൃപ്തിപ്പെട്ടുകൊള്ളാമെന്നും ജോസ് കെ മാണി അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ UDFിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയുടെ ഈ ഡിമാൻഡുകൾ അവർക്ക് അത്ര സ്വീകാര്യമല്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. അതിനൊരു മികച്ച ഉദാഹരണം റാന്നി സീറ്റ് തന്നെയാണ്. റാന്നി സീറ്റിൽ നിലവിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ, മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ അനായാസേന വിജയിച്ചു കയറാമെന്നുള്ള കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ മുന്നൊരുക്കങ്ങളുമായി UDF മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അവിടെ പ്രമോദ് നാരായണനെ വീണ്ടും UDF സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുവാൻ ഒരു ശ്രമം നടത്തിയാൽ സ്വാഭാവികമായും CPMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും 20 കൊല്ലത്തിലധികം റാന്നിയെ പ്രതിനിധീകരിച്ച MLAയുമായ രാജു എബ്രഹാം മത്സരത്തിനിറങ്ങിയാൽ ഈ സീറ്റ് UDFന് കൈവിട്ടു പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ തന്നെ റാന്നി പോലുള്ള സീറ്റുകളിൽ ജോസ് കെ മാണിയുടെ സാന്നിധ്യം വിനയാകുമോ എന്ന സംശയമാണ് UDF കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നത്. 2029 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്ന് കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചാൽ അതും ഒരു രാഷ്ട്രീയ പ്രശ്നമായി UDFനെ ബാധിക്കുവാൻ ഇടയുള്ള വിഷയമാണ്. കാരണം നിലവിൽ അവിടെ നിന്നുള്ള MP എന്ന് പറയുന്നത്, കോട്ടയം MP എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രതിനിധിയായ ഫ്രാൻസിസ് ജോർജാണ്. എന്തായാലും UDFിലേക്ക് എത്തിയാൽ തീർച്ചയായും ജോസ് വിഭാഗം ഒരു പാർലമെൻറ്റ് സീറ്റ് ആവശ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കോട്ടയം വിട്ടുകൊടുക്കുവാൻ ജോസഫ് വിഭാഗം തയ്യാറാവാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ കൈവശമുള്ള ഇടുക്കി സീറ്റിനുമേൽ ജോസ് കെ മാണി വിഭാഗം പിടിമുറുക്കുകയും സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്യും. ഇതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടുതൽ ദുർബലപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ഇതിനെല്ലാം പുറമെയാണ് കേരളത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ജോസ് വിഭാഗത്തോട് ശക്തമായി പോരടിച്ചുകൊണ്ട് വിജയം നേടിയെടുത്തിട്ടുള്ള UDF പ്രവർത്തകരുടെയും പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെയും മനോവികാരം. കോൺഗ്രസിനെ സംബന്ധിച്ച് മധ്യ തിരുവിതാംകൂറിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക വിജയം നേടേണ്ടത് കേരളത്തിൻ്റെ ഭരണം പിടിക്കുവാൻ അവർക്ക് അത്യന്താപേക്ഷിതമായ ഒരു വിഷയമാണ്. എന്നാൽ ജോസ് വിഭാഗത്തെ നിലവിലെ സാഹചര്യത്തിൽ UDFിലേക്ക് എത്തിച്ചാൽ UDFിൽ നിലനിൽക്കുന്ന ഐക്യത്തിൻ്റെ അന്തരീക്ഷം തകർന്നു പോകുമെന്നും പരസ്പരം കാലുവാരി മധ്യ തിരുവിതാംകൂറിലെ വിജയസാധ്യതകൾക്ക് മങ്ങലേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ജോസഫ് വിഭാഗവും ശക്തമായ എതിർപ്പ് ജോസിൻ്റെ വരവിനോട് പ്രകടിപ്പിക്കുവാനുള്ള സാധ്യതകളും ശക്തമാണ്. പുതിയൊരു ഘടകകക്ഷിയെ കൂടി ഉൾക്കൊള്ളുമ്പോൾ അവിടെ മന്ത്രിസഭാ രൂപീകരണത്തിനും കോൺഗ്രസിന് മുന്നിൽ പ്രതിസന്ധികളുണ്ട്. കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയ ഘടകകക്ഷികൾ കടന്നു വരാത്തപ്പോൾ പോലും കോൺഗ്രസിന് മന്ത്രിസഭാ രൂപീകരണത്തിൽ പരമാവധി ലഭിക്കുവാനിടയുള്ളത് 10 മന്ത്രിമാരെയാണ്. ജോസ് വിഭാഗം കടന്നു വരുമ്പോൾ അതിൽ ഒരു സീറ്റിൻ്റെ കുറവുണ്ടാകുമ്പോൾ അത് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയാവും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാമുദായിക സഭാവാക്യങ്ങളടക്കം മന്ത്രിസഭാ രൂപീകരണത്തിൽ പാലിക്കുന്നതിനും ഇത് വലിയ വെല്ലുവിളികൾ ഉയർത്തും. അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ വി ഡി സതീശൻ വളരെ സത്യസന്ധമായി തന്നെ സഭാ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നത് ജോസ് കെ മാണിയെ ഇപ്പോൾ UDFിലേക്ക് എടുക്കുന്നത് ജോസ് കെ മാണിക്ക് മാത്രം ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമായിരിക്കുമെന്നും അത് UDFന് ആത്യന്തികമായി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നും തന്നെയാണ്. ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചർച്ചകളിൽ വി ഡി സതീശൻ പങ്കെടുത്തത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മറ്റുള്ള നേതാക്കളുമായി കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കൃത്യമായ അഭിപ്രായ പ്രകടനവും മനസ്സും തന്നെയാണ് വി ഡി സതീശൻ സഭാ നേതൃത്വത്തിന് മുന്നിൽ തുറന്നു വെച്ചിട്ടുള്ളത്. എന്നാൽ ജോസ് കെ മാണിയെ ഏതു വിധേനയും UDFിൽ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്ന ആവശ്യം സഭാ നേതൃത്വം സതീശന് മുന്നിൽ ഉയർത്തിയിട്ടുണ്ട്. ഇനി ജോസ് കെ മാണിക്ക് മുന്നിൽ UDFിലേക്ക് എത്തണമെങ്കിൽ അവശേഷിക്കുന്ന ഏക സാഹചര്യമെന്ന് പറയുന്നത് കോൺഗ്രസും UDFും മുന്നോട്ട് വെച്ച് നീട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് തല താഴ്ത്തി UDFിലേക്ക് മടങ്ങുക എന്നതാണ്. എന്നാൽ അതിന് അദ്ദേഹത്തിൻ്റെ അഭിമാനം അദ്ദേഹത്തെ സമ്മതിക്കുമോ എന്ന സംശയവും സ്വാഭാവികമായി രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിലനിൽക്കുന്നതിനാൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ജോസ് കെ മാണിയും കൂട്ടരും വളരെ ചടുലമായി സഭാ നേതൃത്വത്തെ കൂടി ഇടപെടുത്തിക്കൊണ്ട് UDFിലേക്ക് തിരികെ എത്തുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ മാറ്റം എത്രത്തോളം കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഏതാണെങ്കിലും ഈ ഘട്ടത്തിൽ ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട്
ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.